സാറേ, സന്ദീപ് വാര്യർ അമ്മ കൊടുത്ത വാക്കുണ്ട്. സന്ദീപ് വാര്യരുടെ അമ്മ അത് RSS കാര്യാലയം നിർമ്മിക്കാൻ വേണ്ടി അവിടെ ഭൂമിയുണ്ട്. ആ ഭൂമി RSS കാര്യാലയം നിർമ്മിക്കാം. അമ്മ കൊടുത്ത വാക്കാണ്. അപ്പോൾ അമ്മ ജീവിച്ചിരിപ്പില്ല. സന്ദീപ് വാര്യർ BJP-യിലില്ല. സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോവുകയും ചെയ്തു. സന്ദീപ് വാര്യർ പറഞ്ഞിരിക്കുന്നു, 1 വർഷം വരെ കാത്തിരിക്കും, അതിനുള്ളിൽ വന്ന് ഈ ഭൂമിയിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്യുക, ഇല്ലെങ്കിൽ ഞാൻ മറ്റെന്തെങ്കിലും ചെയ്യും. അപ്പോൾ RSS ഇന്ന് തീരുമാനമെടുത്തിരിക്കുന്നു, ആ ഭൂമി ഞങ്ങൾക്ക് വേണ്ട, സന്ദീപിൻ്റെ ഭൂമി വേണ്ട. അങ്ങനെ തന്നെയല്ലേ RSSന് തീരുമാനമെടുക്കാൻ പറ്റുള്ളൂ? RSS പോട്ടെ, ഏത് സംഘടനയിലും അങ്ങനെയല്ലേ എടുക്കുള്ളൂ, വ്യക്തിയായാലും അങ്ങനെയല്ലേ എടുക്കുള്ളൂ. ഇപ്പം ജോണിന് ജോണിനൊരു ട്രസ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു സംഘടനയുണ്ട്. നിങ്ങൾ പലരും സംഭാവന മേടിക്കുന്നു. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞിരിക്കുന്നു, ജോൺ നല്ല മിടുക്കനാണ്, എൻ്റെ സുഹൃത്താന്ന് വെച്ചോളൂ, നല്ല മിടുക്കനാണ്, നീ ഇതൊന്നും ചെയ്യുന്നില്ല, കൂട്ടുകാരന് കൊടുത്തേക്കണം. എൻ്റെ കാലശേഷം അവനൊരു ചെറിയ അനാഥാലയം കെട്ടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രെയിനിങ് ഹാളിൽ എന്നാലും കൊടുത്തേക്കുക. അമ്മ മരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, കറക്റ്റ് 1 വർഷത്തിനകത്ത് വന്ന് എടുത്തോണം, അല്ലെങ്കിൽ ഞാനിത് തിരിച്ചെടുക്കും. പിന്നെ ഞാനും നിങ്ങൾ തെറ്റുകയും ചെയ്തു. അതെ, തെറ്റിയപ്പോൾ എന്ത് ചെയ്യണം? മര്യാദയ്ക്ക് ഈ സബ്ജക്റ്റ് പറയാതിരിക്കണം. ഏത് ഇപ്പം ആരെങ്കിലും പത്രക്കാർ ചോദിച്ചു, RSS അമ്മ കൊടുക്കാന്ന് പറഞ്ഞ വസ്തു കൊടുക്കുമെന്ന് ചോദിച്ചാൽ, അത് നമുക്ക് സാവധാനം ചർച്ച ചെയ്യാന്നുള്ള കാര്യമല്ലേ ഉള്ളൂ. അതിപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയമാണോ? നമുക്ക് തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞ് സബ്ജക്റ്റിനെ ഡൈലൂട്ട് ചെയ്യുന്നതിന് പകരം പുള്ളി എന്ത് ചെയ്യണം? കണ്ടീഷൻ വയ്ക്കുകയാണ്. ആരോടാ കണ്ടീഷൻ വയ്ക്കുന്നത്? BJP RSS പോലുള്ള ഒരു ദേശീയ പാർട്ടിയോടാണ്. അവിടെ CPM ആയ എടുക്കുമോ, കോൺഗ്രസ് ആയ ഇത് എടുക്കുമോ, ലീഗായ ഇത് എടുക്കുമോ? ഇങ്ങനെ ഒരു കണ്ടീഷൻ വെച്ച വസ്തു കൊടുക്കൂ? ഒരു മനുഷ്യനെടുക്കത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും അമ്മയുടെ ആത്മാവും പുറക്കത്തില്ല. പിന്നെ അമ്മയ്ക്കൊരു ആത്മാവുണ്ടല്ലോ, അവരുടെ വിശ്വാസം അനുസരിച്ച്, സന്ദീപിൻ്റെ വിശ്വാസ പ്രമാണം അനുസരിച്ച് അമ്മയ്ക്ക് എന്തുണ്ട്? ആത്മാവുണ്ട്. അവർ പുറക്കുമോ? ഇല്ല. അവരിന് ആലോചിക്കും, ഇവൻ എന്തോ എൻ്റെ മോനാണോ, ഇവൻ എന്താണ് ഈ കാണിക്കൂട്ടുന്നത്, ഇവൻ എന്താ ചെയ്തത്, ഇവൻ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞ് ദാനമായി കൊടുക്കാമെന്ന് പറഞ്ഞാൽ അവൻ വില പേശുകയാണോ? ഞാൻ ഫ്രീ ആയിട്ടല്ലേ കൊടുക്കാമെന്ന് പറഞ്ഞു. അവൻ ടൈം വയ്ക്കുകയാണോ, കണ്ടീഷൻ വയ്ക്കുകയാണോ? അവർ വരണേ കൊടുക്കുക, അതുവരെ ഇട്ടേക്ക്, കുറച്ചു കാലം വെറുതെ ഇട്ടേക്ക്. അവൻ തിരിച്ച് പറയണമായിരുന്നു, സന്ദീപ് 1 വർഷം, സന്ദീപ് എത്ര കാലം തിരിച്ച് വയ്ക്കണമെന്ന് ഉണ്ടായിരുന്നിട്ട് എന്ത് ചെയ്യണമായിരുന്നു? അതീവ രഹസ്യമായിട്ട്. സന്ദീപിന് ഇപ്പോഴും പോയെങ്കിലും കുറച്ച് സുഹൃത്തുക്കളൊക്കെ അപ്പുറത്തൊക്കെ ഉണ്ടാവുമല്ലോ, RSSലൊക്കെ കാണുമല്ലോ, വ്യക്തിബന്ധങ്ങൾ പലരും മുറിഞ്ഞു പോകില്ലല്ലോ. അപ്പോൾ അവരോട് ആരെങ്കിലും ഒരു 5-6 മാസം കഴിഞ്ഞിട്ട് പറയണ്ടേ, എൻ്റെ അമ്മ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ അവരും പറയാം, ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്, ഈ ചൂടൊക്കെ ഒന്ന് തണുത്തിട്ട് അമ്മ പറഞ്ഞിട്ടുണ്ട്, അത് എടുക്കണം, നീ എടുക്കാം, അല്ലെങ്കിൽ ഞാൻ എന്തായാലും ചെയ്യാട്ടെ, എനിക്ക് വെറുതെ വസ്തു ടൗണിൽ ഇട്ടുകൊണ്ടിടാം, അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥലത്ത് വസ്തു ഇട്ടുകൊണ്ടിരിക്കാൻ പറഞ്ഞാൽ അവർ രഹസ്യമായിട്ട് പറയല്ലേ, നമുക്ക് ആ വസ്തു വേണ്ട, അല്ലെ തന്നേരെ എന്ന് പറയും. ഇത് പരസ്യമായിട്ട് ചാനലിൽ വന്നിട്ട് പറയുകയാണ്, എൻ്റെ അമ്മ പറഞ്ഞ വസ്തു വേണമെങ്കിൽ 1 വർഷത്തിനകത്ത് എടുത്തോണം, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? തിരിച്ചെടുക്കും, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള ചെയ്യും. തിരിച്ചെടുക്കാമെന്നല്ല, എനിക്ക് ഇഷ്ടമുള്ള ചെയ്യും, ഞാൻ എഴുത്തരൂല. എന്താണ് പുള്ളിയുടെ പക്വത? അങ്ങനെ പറയാൻ പാടുണ്ടോ ഒരാൾ? പ്രത്യേകിച്ച് ആരടുത്താണ് ഇത് പറയുന്നത്? ഇന്ത്യക്കാരുടെ ഇയാൾ ഈ സനാതന ധർമ്മവും പിന്നെന്താണ് സംഘപ്രവർത്തനവും BJP ഒക്കെ കൊണ്ടുവരുന്ന ആളല്ലേ ആര്? സന്ദീപിന് ഇന്ത്യൻ ജനതയുടെ, പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ, ഞാൻ ഹിന്ദു എന്ന് പറയുന്നില്ല, സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്നവരോ അതിൻ്റെ ഫോളോവേഴ്സായിട്ടുള്ളവരോ, അവർ സമ്പൂർണ്ണമായി സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്നവരായിരിക്കത്തൊന്നുമില്ല. പക്ഷേ എങ്കിലും അവർ കൺസെപ്റ്റ് വൈസ് അങ്ങനെയാണല്ലോ നമ്മൾ പറയുന്നത്, ഹിന്ദു ഇങ്ങനെയാണല്ലോ അവർ പോകുന്നത്. അവരെ അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് സന്ദീപ് അത് പറയുന്നത്. സന്ദീപ് അതും പഠിച്ചിട്ടില്ല. എന്താ പറയുക, ഇവിടെ വിദേശ രാജ്യങ്ങളിൽ ഒരുപാട് ആളുകൾ ഇവിടെ വന്നില്ലേ? ഏതെല്ലാം തരത്തിൽ ഇൻവേഷൻ നടന്ന രാജ്യമാണ് ഇവിടെ. ഇവരുടെ ഇൻവേഷനും സമ്പൂർണ്ണമാക്കാൻ പറ്റിയോ? പറ്റിയില്ലല്ലോ. ഇവിടെ ആളുകളെ ഗോതമ്പ് കൊടുത്തും അരി കൊടുത്തും പഠിപ്പിക്കാനും ആശുപത്രി കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞ് പല രൂപത്തിലുള്ള പല പ്രവർത്തനങ്ങളും പണ്ടിവിടെ നടന്നൊരു നാടല്ലേ ഭാരതം. ഇന്നത്തെ പോലെയല്ലല്ലോ. ദരിദ്ര നാരായണന്മാരാരെങ്കിലും മാറിയോ? മാത്രമല്ല ഇന്ത്യയിൽ വേറെ കാര്യം കൂടെ ഉണ്ട്. ഇപ്പം അതും സന്ദീപ് വാര്യർ പഠിക്കേണ്ട ഒരു വിഷയമാണ്. സന്ദീപ് വാര്യർ നിന്ന BJP-യിലുള്ളൊരു കാര്യം, UP-യിൽ രാമക്ഷേത്രം പണിതല്ലോ, എന്നിട്ട് UP-യിൽ വേണ്ടത്ര BJP-ക്ക് ഇപ്പോൾ വോട്ട് കിട്ടിയില്ലല്ലോ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന്. ആൻറ്റി ഇൻകംബൻസി ഒന്നും ഇല്ലായിരുന്നല്ലോ, എന്ന് പറഞ്ഞാൽ അഴിമതി പോലുള്ള ഒരു കാര്യവും ഇല്ലായിരുന്നു. വളരെ ഭയങ്കരമായ കുഴപ്പമൊന്നും പറയാനില്ലായിരുന്നു. അങ്ങനെ ഭയങ്കര നെഗറ്റീവ് എന്നുണ്ടെങ്കിൽ ഭയങ്കര നെഗറ്റീവ് പറയാം. എന്നിട്ടും വോട്ട് കുറഞ്ഞു, UP-യിലൊക്കെ കുറഞ്ഞു. പക്ഷേ അപ്പോൾ ജനങ്ങളുടെ മനസ്സിൽ എന്തോ ഒരു കരട് കിട്ടി. ആ കരട് കിട്ടിയാൽ രാമക്ഷേത്രം പണിതാലും അവരെന്ത് ചെയ്യും? പ്രതികരിക്കും. അതാണ് ഇന്ത്യൻ സമൂഹം. ഇന്ദിരാഗാന്ധി, ഇദ്ദേഹം പോയ പാർട്ടിയിൽ ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ ഇന്ത്യൻ ജനത ഉപേക്ഷിച്ചു, എടുത്തു കളഞ്ഞു, വോട്ട് ചെയ്തില്ല. നിങ്ങൾ ആലോചിക്കണം, ഇന്ത്യൻ ജനതയെ അങ്ങനെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യരുത്. ആ ഇന്ത്യൻ ജനതയുടെ ഭാഗമായി നിൽക്കുന്നവരാണ് നമ്മളൊക്കെ.
നമ്മളിപ്പോൾ ഇവിടെ നമ്മളെ വീട്ടിൽ പട്ടിണി കിടക്കുമ്പോൾ അപ്പുറത്ത് പാൽപ്പായസം വെച്ചാലും നമ്മളെ വിളിച്ചില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യൂല? പോവില്ല. അത് നമ്മുടെ കൾച്ചറാണ്. അല്ലെ അല്പം തരുമോയെന്ന് ചോദിക്കില്ല. സന്ദീപ് വല്ല, സന്ദീപ് തെറ്റിപ്പോയി. സന്ദീപ് ഇന്ത്യ പഠിച്ചില്ല, ഇന്ത്യൻ സംസ്കാരം പഠിച്ചില്ല, സനാതനധർമ്മം പഠിച്ചില്ല, സംഘധർമ്മം പഠിച്ചില്ല. അവർ പ്രചരിപ്പിക്കുന്നത് എനിക്കറിയില്ല. ഞാൻ സംഘമായിട്ടൊന്നും ബന്ധമുള്ള ആളല്ല. ഇങ്ങനെ പറഞ്ഞും പാട്ടും യൂട്യൂബിലൊക്കെ കാണുന്നതാണ് അവരുടെ തത്വങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട്. പല തത്വങ്ങളും അങ്ങനെ നമ്മൾ കേൾക്കുന്നത്. ഇതൊന്നും ഇയാൾ പഠിച്ചില്ല. എന്നിട്ട് അമ്മയെ പഠിച്ചോ? അങ്ങനെ ഒരു കാര്യം, അമ്മയെ പഠിച്ചോ? അപ്പോൾ ഈ രാഷ്ട്രീയത്തിൽ എന്തില്ല? അടുത്ത പാഠം സന്ദീപ് തരുന്നൊരു പാഠം. രാഷ്ട്രീയത്തിൽ അമ്മയുമില്ല, അച്ഛനുമില്ല, ബന്ധങ്ങളുമില്ല, ഒന്നുമില്ല. തൻ്റെ പൊസിഷൻ മാത്രം. അതിന് കിട്ടുന്ന ഗിമ്മിക്കുകളും പരസ്യങ്ങളും പബ്ലിസിറ്റികളുമായിട്ട് പുള്ളി ഓടുകയാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ പുള്ളി ആ സബ്ജക്റ്റ് എന്ത് ചെയ്യാൻ പാടില്ലായിരുന്നു? ചാനലുകൾക്ക് മുമ്പ് പുള്ളി തുറക്കാനും പാടില്ലായിരുന്നു. ചാനലുകൾ ചോദിക്കും, ചാനലുകളുടെ ജോലി ഇതൊക്കെ തന്നെയാണ്. അവർ കുത്തിപ്പറക്കി പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ ചോദിക്കുമ്പോൾ എന്ത് പറയണം? അതിപ്പോൾ എടുക്കേണ്ട ഒരു വിഷയമല്ല. പണ്ട് എൻ്റെ അമ്മ പറഞ്ഞതാണ്, ഞാനിപ്പോൾ മാറിയതേ ഉള്ളൂ, അവർക്ക് സ്വാഭാവികമായിട്ട് എന്നോട് ശത്രുത കാണും, ഇതെടുക്കില്ല എന്നൊന്നും എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പം നമുക്ക് ആ സബ്ജക്റ്റ് ഓപ്പൺ ചെയ്യണ്ട, നമുക്കൊരു 5-6 മാസം കഴിയട്ടെ, മറ്റ് സബ്ജക്റ്റ് ചോദിക്കും. എത്രയോ രാഷ്ട്രീയക്കാർ തന്ത്രപരമായി പത്രക്കാരിൽ നിന്ന് ഒഴിവാകുന്നു, എല്ലാത്തിനും മറുപടി പറഞ്ഞിട്ടാ പോണത് അല്ലല്ലോ. എത്രയോ കാര്യങ്ങൾക്ക് മറുപടി, അപ്പോൾ മറുപടി പറയാതിരിക്കുന്നവർ. എന്നിട്ട് 6 മാസം കഴിഞ്ഞ് രഹസ്യമായി കൈകാര്യം. ഇതിപ്പോൾ അദ്ദേഹം വീണ്ടും ഒന്നുകൂടി വഷളനായി. എനിക്ക് അദ്ദേഹത്തിനോട് ചെറുപ്പക്കാരനെന്നുള്ളതിൽ സ്നേഹമേ ഉള്ളൂ കേട്ടോ. കാരണം ഭാവി രാഷ്ട്രീയ ഭാവിയൊക്കെ ഉള്ള നാളെ ഞാൻ പറഞ്ഞില്ലേ MPയോ MLAയോ മന്ത്രിയോ ഒക്കെ ആവുന്ന ചിലപ്പോൾ ആളായിരിക്കും, അത് നമുക്ക് റെസ്പെക്റ്റേ ഉള്ളൂ. പക്ഷെ പ്രവൃത്തി ദോഷമുണ്ട്. കയ്യിലിരിക്കുന്ന ഇപ്പം അത് പുള്ളി ആരാണ് PR വർക്ക് ചെയ്ത് കൊടുക്കുന്നത് എനിക്കറിയില്ല. ഇനി വലിയ ഏതെങ്കിലും ഏജൻസിയോ ആരെങ്കിലും ഉണ്ടോ? നമുക്ക് അങ്ങനെ ഉണ്ടല്ലോ, ഈ പൊളിറ്റിക്കൽ ലീഡർമാരൊക്കെ ഇപ്പം അങ്ങനെയാണ്. പ്രൈവറ്റ് ഏജൻസികളൊക്കെ വെച്ച് PR വർക്ക് ചെയ്യുന്ന കാലമാണ്. ഇയാൾക്ക് ആരെങ്കിലും അഡ്വൈസ് കൊടുക്കുന്നുണ്ടോ എന്ന്? ഇയാളിങ്ങനെ അവിടെ പോകൂ ഇവിടെ പോകൂ, പത്രക്കാരോട് ഇടിച്ച് നിൽക്കുകയോ, എന്നും വാർത്ത കൊടുക്കൂ, ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റുകൾ കൊടുക്കൂ, നീ ഏത് പറഞ്ഞാലും കോൺട്രവേഴ്സ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആക്കൂ എന്ന കാര്യങ്ങൾ കൊടുക്കുന്നുണ്ടോ എന്ന്. അങ്ങനെ വലുതാവാന്നാണ് അവിടെ തെറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ട് സംഘമല്ല, BJP അല്ല, ശ്രീ ജോൺ ആയാലും ആരായാലും എങ്ങനെ തീരുമാനിക്കുള്ളൂ? ഈ വസ്തു വേണ്ടാന്ന് തീരുമാനിക്കുള്ളൂ, ഈ പൈസയും വേണ്ടാതിരും. കണ്ടീഷൻ വയ്ക്കുകയാണ്. ഞാൻ എൻ്റെ അമ്മ പറഞ്ഞനുസരിച്ച് 1000 രൂപ ഇവിടെ ഇരിക്കുകയാണ്, ഇന്ന് വൈകുന്നേരത്തിനകത്ത് വന്നാൽ എടുത്തുകൊണ്ട് പോവാം. ഞാൻ നിങ്ങൾ വഴക്കുമായി അല്ലെങ്കിൽ മാറി, നമ്മൾ 2 ചേരിയിലായി, നിങ്ങൾ വരുമോ? വീട്ടിൽ വരില്ല, ഒരിക്കലും വരില്ല. തിരിച്ചാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ എടുക്കും. അവിടെ വെച്ചിട്ട് ഈ വഴക്കൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തന്നെ നിങ്ങളെ വിളിച്ച് ഇങ്ങനെ സംഭവം അമ്മ തരാമെന്ന് പറഞ്ഞാണല്ലോ, ഇനി അമ്മയുടെ ഒരു ആഗ്രഹമാണ്, ഞാനായിട്ട് ഇനി അതിനെ തടസ്സം നിൽക്കുന്നില്ല, നിങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞാൽ എടുക്കും. ചിലപ്പോൾ എടുത്തെന്നിരിക്കും. എല്ലാം നെഗോഷിയേഷനല്ലേ, വർത്തമാനമാണല്ലോ ഇതെല്ലാം നമ്മളെ നന്നാക്കുന്ന ചിന്തയാക്കുന്നു. ഇതിപ്പോൾ പുള്ളി ചെയ്തത് ലോക അബദ്ധമാണ്, പക്വതയില്ലാത്ത കാര്യമാണ്. ഇപ്പോൾ ഈ സബ്ജക്റ്റ് ചർച്ച ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. പ്രത്യേകിച്ച് അമ്മയെ ഒന്നും ഇതിനകത്ത് ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല, വലിച്ചഴിക്കാൻ പാടില്ല. അമ്മയുടെ ആഗ്രഹത്തെ വലിച്ചുകൊണ്ട് മാത്രമല്ല, അവർ ടീച്ചറോ മറ്റാന്ന് തോന്നുന്നു, ഞാൻ മനസ്സിലാക്കുന്നിടത്ത് അവർ ടീച്ചറോ മറ്റാണ്. എത്ര കുഞ്ഞുങ്ങൾക്ക് അവർ സന്ദേശം കൊടുത്ത വനിതയായിരിക്കും, അമ്മയായിരിക്കും. ആ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു മകൻ, എന്ത് മകൻ, എന്ത് അധികാരം ഇയാൾ നേടുന്നു? എന്താണ് ഈ അൾട്ടിമേറ്റ് നേടുന്നത്? അധികാരമോ പവറോ? എന്താണ് നിങ്ങൾ പറഞ്ഞുതരൂ. അൾട്ടിമേറ്റ് ഇയാൾ ലൈഫിൽ നേടുന്നത് എന്താണ്? എന്ന് ജോണെന്ന് പറഞ്ഞുതരൂ, നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. അൾട്ടിമേറ്റ് ഇയാൾ എന്ത് നേടും? ഇതേ സംബന്ധിച്ച് അധികാരത്തിലേക്കുള്ള അത് നേടിയിട്ട് ഇവിടെ മുൻ മന്ത്രി ആർക്ക് വേണം? മുൻ MLA ആർക്ക് വേണം? മുൻ DGP ആർക്ക് വേണം? മുൻ ശാസ്ത്രജ്ഞൻ ആർക്ക് വേണം? സമൂഹത്തിന് വേണ്ടത് ആരെയാണെന്നറിയാമോ? ഞാനത് പറഞ്ഞ് അവസാനിപ്പിക്കാം. നന്മ ചെയ്യുന്ന, നമുക്കിപ്പോൾ ഗാന്ധിജി എന്ന പേര് കേട്ടാൽ നമുക്കൊരു ആദരവ് തോന്നില്ലേ? ഗാന്ധിയുടെ ചെറുമോൻ ഇവിടെ വന്നാൽ ചിലപ്പോൾ നിങ്ങൾ സീറ്റ് കൊടുക്കൂലേ? ചെറുമോനായിരിക്കും വരുന്നത്. നെൽസൺ മണ്ടേല എന്ന് കേട്ടാൽ നമുക്കൊരു ആദരവ് വരില്ലേ? ജയപ്രകാശ് എന്ന് കേട്ടാൽ നമുക്ക് ആദരവ് വരില്ലേ? അതുപോലെ തട്ടുകടയിൽ നടത്തുന്ന ദാമോദരൻ എന്ന് കേട്ടാലും ആദരവ് വരും. നാട്ടിൽ നല്ല തട്ടുകടയാണെങ്കിൽ, ഞാൻ വലിയ ആളുകളെ പറയുന്നു. ചാലയിൽ ചെല്ലുമ്പോൾ നല്ല കട ഹോട്ടൽ നടത്തുന്ന ആളിന് നമുക്ക് സ്നേഹം തോന്നും. മരിച്ചുപോയ അയ്യോ മരിക്കേണ്ടായിരുന്നു, നല്ല മനുഷ്യനായിരുന്നു എന്ന് തോന്നും. നന്മ ചെയ്യാൻ പഠിക്കണം ജീവിതത്തിൽ. അധികാരമൊക്കെ വരുന്നുണ്ടാവുക, അത് പ്രകൃതി ഒരുങ്ങുമ്പോൾ നമുക്ക് വന്നോളും. വന്നില്ലെങ്കിൽ പ്രകൃതി ഒരുങ്ങിയില്ല എന്ന് വിചാരിച്ചാൽ നമുക്ക് അർഹതയില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയുണ്ടല്ലോ, ഈ ജന്മം അർഹതയില്ല. പിന്നെ മാത്രമല്ല, സന്ദീപ് ജന്മാന്തരങ്ങളിൽ വിശ്വസിക്കുന്ന ആളാണല്ലോ, ആണല്ലോ. ഈ ജന്മ സന്ദീപ് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തിട്ടും അവഗണനയാണെങ്കിലും ചിലപ്പോൾ അടുത്ത ജന്മം സന്ദീപ് രാജാവായിട്ട് ജനിക്കും. സന്ദീപിൻ്റെ തിയറി അനുസരിച്ചാണ് പറയുന്നത്, എൻ്റെ തിയറി അല്ല. സന്ദീപ് വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണങ്ങളുടെ തിയറി വെച്ചിട്ടാണ് പറയുന്നത്. പക്ഷേ അദ്ദേഹം അതുകൊണ്ട് ചെയ്തത് 100% അദ്ദേഹം ഇന്ത്യൻ സംസ്കാരവും പഠിച്ചിട്ടില്ല, അവരുടെ കാര്യങ്ങളും പഠിച്ചിട്ടില്ല, അവരുടെ സംഘതത്വമൊന്നും പഠിച്ചിട്ടില്ല, നല്ലൊരു അമ്മയുടെ മകനാവാനും പഠിച്ചിട്ടില്ല.
ഇതൊന്നും പുള്ളി പഠിച്ചിട്ടില്ല. പുള്ളി ഒരു സാധാരണ ഒരു ഗിമ്മിക് രാഷ്ട്രീയക്കാരൻ്റെ ശൈലിയിലേക്ക് താഴും. ഇത് കോൺഗ്രസ്സും അനുവദിക്കില്ല. അവിടെയാണ് എൻ്റെ പ്രശ്നം. കോൺഗ്രസ്സുകാരും ഇത് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എങ്ങനെയാണ് ഒരുത്തം വന്ന് എങ്ങനെയാണ് ചാടി കളിക്കുന്നത്, അവരും ഇത് അനുവദിക്കില്ല. എത്രയോ പേര് വന്നു, എത്രയോ പേര് പോയി. അതൊക്കെ വലിയ പ്രസ്ഥാനമല്ലേ കോൺഗ്രസ് എന്ന് പറയുന്നത്. ചെറിയ പ്രസ്ഥാനമൊന്നുമില്ല. അവർ കടൽ പോലെ കിടക്കുന്ന വലിയൊരു പ്രസ്ഥാനമാണ്. അതിനകത്ത് പോവും വരുമൊക്കെ നിൽക്കും. ഒന്നും സംഭവിക്കാനില്ല. ഇത് ചുമ്മാ അടിച്ച് കിടക്കും. ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.